ആരെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വരാതെ കൊടുക്കും ഞങ്ങൾ? ഇത് എന്നാ വിലയാണെന്ന് അറിയാം ഈ സാധനത്തിന്? വൈറ്റ് ലാബിലെ KSRTC ഡിപ്പാർട്ട്മെന്റിന്റെ കൊറിയർ സംവിധാനത്തിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവമാണിത്. അല്ലാതെ ഇവിടുന്ന് വിളിക്കത്തൊന്നുമില്ല നിങ്ങളപ്പോ? ഈ നമ്പറിലൊന്നും വിളിക്കുക ഒന്നുമില്ല നിങ്ങള്. ഞാൻ അവിടുന്ന് പെരുമ്പാവൂർ റൂട്ടിൽ നിന്ന് ഞാൻ ഓടി ഇവിടം വരെ വന്നു. ഇതിവിടെ വന്ന് ഈ സാധനം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വീണ്ടും തിരിച്ചു പോകേണ്ടത്. ഇത് എന്തൊരു മോശം സർവീസായത്. ഒരു മര്യാദ വേണ്ട നിങ്ങൾക്ക്. ഞാൻ റെക്കോർഡ് ചെയ്യണുണ്ട്, ഞാൻ ഫുള്ള് റെക്കോർഡ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ എന്തായാലും പരാതി കൊടുക്കുന്നുണ്ട്. ഈ മന്ത്രി ഗണേഷ് കുമാർ ഒന്നും അറിയുന്നില്ലേ? അതോ ഇങ്ങനെയൊക്കെയാണോ സർവീസ് ആളുകൾക്ക് കൊടുക്കുന്നത്? ഇത്രയൊക്കെ സർവീസ് കൊടുത്താൽ മതിയോ? ഓരോ വർഷം KSRTCയുടെ വാർഷിക പടവലം പോലെ താഴത്തേക്കാണ്. അതിൻ്റെക്ക് കൊറിയർ സർവീസ് കൂടി ഇങ്ങനെ കാണിച്ചോളാം. അവസ്ഥ ആലോചിച്ച് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആ സാധനങ്ങൾ പുറത്തു കൊണ്ട് ഇട്ടേക്കുക നിങ്ങൾ. ആരെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വരാതെ കൊടുക്കും ഞങ്ങൾ? ഇത് എന്നാ വിലയാണെന്ന് അറിയാം ഈ സാധനത്തിന്? അവിടെ വന്ന് ഇറങ്ങുന്ന ആർക്ക് വേണമെങ്കിലും ജസ്റ്റ് ഒരു സാധനം അതിനകത്ത് നിന്ന് എടുത്തിട്ട് പോകാം. ആരും അറിയത്തില്ലത്. പിന്നെ നമ്മളിത് ആരോട് ചോദിക്കും? ക്യാമറ നോക്കി അവനെ കണ്ടുപിടിച്ച് നമ്മുടെ സമയം പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇതുകൊണ്ടില്ല. ക്യാമറ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നു. മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ നോക്കിയിരുന്നോ, അതാണ് തെക്ക്. ഇതാണ് അവസ്ഥ. ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ വരെ ആൾക്കാരിനകത്ത് കൊറിയറായിട്ട് അയക്കുന്നുണ്ട്. സംഭവം നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞാണ്, നിങ്ങളുടെ സാധനം 1 ലക്ഷത്തിന് വിലയുള്ളതാണെങ്കിൽ പോലും അവർക്കൊരു കൂസുമില്ല, പോയാൽ പോയി. വിലയുള്ള സാധനമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു വിശ്വാസം ഇല്ലാണ്ട് അയച്ചു തന്നത്. ഇതൊക്കെ ഒരു മര്യാദ. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇനി സാധനം അയക്കും. ആദ്യമായിട്ട് അയക്കണേ, ഈ ജന്മത്തെ അയക്കത്തില്ല. ഈ വീഡിയോ കാണുമ്പോൾ ചില ആണുങ്ങൾ ഇപ്പൊ കമന്റ് ബോക്സിൽ കിടന്ന് കരയും, നിനക്ക് വേണ്ടി സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് തന്നെയായിരിക്കും എന്നൊക്കെ. നമ്മുടെ സാധനം മിസ്സായി പോകാൻ വേണ്ടിയല്ല നമ്മൾ ചീപ്പ് റേറ്റ് നോക്കുന്നത്. കുറച്ചുകൂടി ടൈം സേവിംഗ് ആണ്. രാവിലെ അയച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം. അതുപോലെ തന്നെ ചീപ്പ് റേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് എടുക്കുന്നത്. എന്ന് കരുതി ഈ സാധനം മോഷ്ടിച്ചിട്ട് പോകാൻ വേണ്ടിയല്ല ഇതിനകത്ത് അയക്കുന്ന ആൾക്കാർ. എന്റെ ഇലക്ട്രിക് ബൈക്കിന്റെ ചാർജർ ആയിരുന്നു അത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയെ തുടങ്ങരുത്. ആരെങ്കിലും ഏതെങ്കിലും ഒരു സാധനം ഇതിനകത്ത് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ ദയവ് ഈ മണ്ടത്തരങ്ങളൊന്നും കമന്റ് ബോക്സിൽ കീച്ചാതിരിക്കുക. ജന്മത്തിനെ അയക്കത്തില്ല ഈ സാധനത്തിൽ കൂടി. എന്ത് വിശ്വസിച്ച് അയക്കും? നമ്മള് വഴി കൊണ്ട് ഇട്ടേക്കും ഓരോന്നും. എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ആയിരിക്കും നമ്മൾ അതുവഴി അയക്കുക. ആദ്യമായിട്ടാണ് എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, വില കൂടി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് KSRTCയുടെ ഇതുവഴി അയക്കരുത്. റിസ്ക് ആണ്. പ്രത്യേകിച്ച് വൈറ്റിലെ ഏരിയയിലേക്കാണ് അയക്കുന്നതെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ സാധനം എപ്പോൾ ആണെങ്കിലും ആരെങ്കിലും അടിച്ചിട്ട് പോകും. ക്യാമറ ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നത് കിട്ടാതിരിക്കാം, പക്ഷേ പോയാ പോയി. വിളിച്ചു പറയാം. കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് കസ്റ്റമർ കെയർ എടുക്കുന്നില്ല. ഒരു വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്ന കസ്റ്റമർ കെയർ നമ്പർ വിളിച്ചപ്പോൾ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ പയ്യനെ എടുത്തിട്ട് പറയുന്നത്, കുറേ നാളായി സഹിക്കുന്നു, കുറേ കോൾസ് കേരളത്തിൽ നിന്ന് വരുവാണ്, ഞാൻ മടുത്തു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അത്ര പോലും അപ്ഡേറ്റഡ് അല്ലാത്തൊരു മേഖല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനത് ആദ്യം അവിടെ ചെന്ന സമയത്ത് ഇവർ എടുത്ത വായിക്ക് പറഞ്ഞത് ആ സാധനം ഇവിടെ എത്തിയിട്ടില്ലെന്നാണ്. 9 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സാധനം 14 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടില്ലെന്ന്. ഞാൻ ഇത്രയും തർക്കിച്ചതുകൊണ്ടാണ് അവർ ആ സാധനം തപ്പിയെടുത്ത് എനിക്ക് തന്നത്. അപ്പോൾ ഇത്രയും കെയർലെസ് ആവരുത് KSRTC. നമ്മുടെ സാധനങ്ങൾക്കൊന്നും ഒരു മൂല്യം അവർ കൽപ്പിക്കുന്നില്ല. ഇതേ അനുഭവം ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ സർവീസാണ് KSRTC പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചറിലുള്ള KSRTCയുടെ അവസ്ഥ ജസ്റ്റ് ഊഹിക്കാവുന്നേ ഉള്ളൂ.